بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹിതരെ, അള്ളാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ യുദ്ധമാണ് തബൂക്ക് യുദ്ധം. മദീനയിൽ നിന്ന് 778 കിലോമീറ്റർ അകലെയുള്ള തബൂക്ക് എന്ന പ്രദേശത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ത്വായിഫിലെ ഉപരോധം കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷമാണ് മദീനയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിലേക്ക് പോകുന്നത്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഒരുപോലെ യുദ്ധത്തിനിറങ്ങണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച യുദ്ധമാണ് തബൂക്ക് യുദ്ധം. എന്ന് മാത്രമല്ല, പിന്തിരിയുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയതും തബൂക്ക് യുദ്ധത്തിനെക്കുറിച്ചാണ്. ശുദ്ധ ഖുർആൻ പറയുന്നു, ഇൻഫിറു ഖിഫാഫൻ വതിഖാലൻ വജാഹിദു ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ് ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. സൂറത്തു തൗബയിലെ 41-ാമത്തെ ആയത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യുദ്ധത്തിന് പരിശുദ്ധമായ ഖുർആനുൽ ശരീഫിൽ ഉസ്റത്ത്, ജയ്ഷുൽ ഉസ്റ, തബൂക്കിലേക്ക് പോകുന്ന സംഘത്തെ ജയ്ഷുൽ ഉസ്റ, ഞെരുക്കത്തിൻ്റെ സൈന്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ യുദ്ധത്തെക്കുറിച്ച് ഉസ്റത്ത് എന്ന് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനുൽ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ അല്ലദീന തബഊഹു ഫീ സാഅത്തിൽ ഉസ്റ മിൻ ബഅദി മാ കാദ യസീഗു ഖുലൂബു ഫരീഖിൻ മിൻഹും എന്ന് സൂറത്തു തൗബ 117-ാമത്തെ ആയത്തിൽ. ഫീ സാഅത്തിൽ ഉസ്റ, ഞെരുക്കമുള്ള ഒരു കാലഘട്ടത്തിൽ, വളരെ ക്ഷാമം പിടിച്ച ഒരു കാലത്തായിരുന്നു ആ യുദ്ധം ഉണ്ടായിരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനയിൽ നിന്ന് 778 മൈല് സഞ്ചരിക്കാനുണ്ട്. ക്ഷാമമുള്ളൊരു സമയം, വെള്ളം കിട്ടാനില്ല, ഭക്ഷണമില്ല, ദീർഘമായ യാത്ര, യാത്രക്ക് ആവശ്യമായ വാഹനങ്ങൾ ഇല്ല, സാമ്പത്തികമായ സുസ്ഥിരതയും സൗകര്യങ്ങളും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രയാസകരമായ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ യുദ്ധം ആരംഭിക്കുന്നത്. അതിനു മുമ്പായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ സ്വഹാബത്തിനോട് സഹായിക്കണം എന്നുള്ള ഒരു ആവശ്യ രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ പ്രേരണ നൽകിയ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ മിഅത്തു ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ ഫീ സബീലില്ലാഹ്. ഞാൻ 100 ഒട്ടകം നൽകാം നബിയെ. ആ ഒട്ടകത്തിന് ആവശ്യമായ എല്ലാം, അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും, ജീനിയും അടക്കമുള്ള എല്ലാം നൽകാം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ഇങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് അലയ്യ മിഅതാ ബഈരിൻ എന്ന് പറഞ്ഞു, ബിഅഹ്ലാസിഹാ വഖ്താബിഹാ ഫീ സബീലില്ലാഹ്. അങ്ങനെയാണെങ്കിൽ നബിയെ 200 ഒട്ടകത്തിൻ്റെ എല്ലാ ചെലവും ഞാൻ വഹിക്കാം എന്ന്. പിന്നെയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 300 ബഈരിൻ ബിഅഹ്ലാസിഹാ വഅഖ്താബിഹാ ഫീ സബീലില്ലാഹ് അലയ്യ. നബിയെ, ഞാനത് ചെയ്തോളാം. 300 ഒട്ടകത്തിൻ്റെ മുഴുവൻ ചെലവും, അതിൻ്റെ എല്ലാം അടക്കം, ഒട്ടകവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞാൻ നൽകാമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ സമയത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി പറയുകയാണ്, ഫഅന റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു അനിൽ മിൻബരി വഹുവ യഖൂലു മാ അലാ ഉസ്മാന മാ അമില ബഅദ ഹാദിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗ പീഠത്തിൽ നിന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ഈ സംഭവത്തിനു ശേഷം ഇനി ഉസ്മാൻ എന്ത് ചെയ്താലും ഉസ്മാൻ ഒരു പ്രശ്നവും ഇല്ല എന്ന്. ഇതുപോലെയുള്ള ഹദീസിൽ വേറെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഇന്ന് രാത്രി അതിശക്തം, സതഹുബ്ബു അലൈക്കുമുല്ല റീഹുൻ അല്ലൈല റീഹുൻ ഷദീദ ഫലാ യുഖീമു ഫീഹാ അഹദും മിൻകും ഫമൻ കാന ലഹു ബഈറുൻ ഫൽയശുദ്ദ ഇഖാലഹു ഫഹബ്ബത്ത് റീഹുൻ ഷദീദ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം
ഇന്ന് രാത്രി അതിശക്തമായ കാറ്റ് അടിച്ചു വീശുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി ആരും തന്നെ ടെൻറ്റുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, ആരും കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശം നൽകി. ഇത് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവചനം ആണ്. പക്ഷേ നമുക്ക് കാണാം, പിന്നീട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഫഹബ്ബത്ത് റീഹുൻ ഷദീദ, അതിശക്തമായ കാറ്റ് അടിച്ചു വീശി. ആ കാറ്റ് അടിച്ചു വീശിയ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമുണ്ട്, ആരും എഴുന്നേൽക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഫഖാമ റജുലുൻ, ഒരു സ്വഹാബി എഴുന്നേറ്റു. ഫഹമലത്തുഹു റീഹു ഹത്താ അൽഖത്തുഹു ബിഹബ്ബി ജബലൈ ത്വയ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം പാലിക്കാതെ എഴുന്നേറ്റ ആ മനുഷ്യനെ കാറ്റ് അടിച്ചു വീശി കൊണ്ടുപോവുകയും ത്വയ്യ് പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവചനം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ 9-ാം വർഷമാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്, ഈ ഉപരോധം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്തുകൾ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.